السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, ദാറുൽ മആരിഫിന്റെ കലാവസന്തമായ സൈഗസിന്റെ വേദിയിൽ വെറുപ്പിന്റെ കാലത്തെ പങ്കുവെപ്പിന്റെ രാഷ്ട്രീയം, ഇസ്ലാമിക പാഠങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ ഏറ്റവും മൂല്യമുള്ള ആശയത്തെ രൂപപ്പെടുത്തുക എന്നതാണ് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്നിത്തെറിച്ച തലയോട്ടിയിൽ പോലും വർഗീയതയും വംശീയതയും ചികയുന്ന കാലത്ത് എങ്ങനെയായിരുന്നു ഇസ്ലാമിക രാഷ്ട്രീയം എന്നാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാത്മാഗാന്ധിയുടെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണമാണ് എന്ന വാക്ക് അപഗ്രഥനം ചെയ്യുമ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണം എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് നാം വായിച്ചെടുക്കുന്നത്. തന്റെ ഭരണാതിർത്തിയിൽ ഒരു മനുഷ്യൻ പോലും പച്ചയായി പീഡിപ്പിക്കപ്പെടുകയോ പട്ടിണി കിടക്കുകയോ ചെയ്യരുതെന്ന ദൃഢനിശ്ചയമായിരുന്നു അദ്ദേഹത്തെ രാത്രികളിൽ റോന്തു ചുറ്റാൻ പ്രേരിപ്പിച്ചത്. എല്ലാ ഭരണകർത്താക്കളോടും അവരുടെ ഭരണമേഖലയിലെ ജനങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടും എന്ന ഇസ്ലാമിന്റെ ഏറ്റവും മൂല്യമുള്ള ആശയമാണ് യഥാർത്ഥത്തിൽ സത്തയുള്ള രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കുന്നത്. നിരന്തരമായി വർഗീയത രൂപപ്പെടുത്താൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഭരണമെന്ന വ്യാമോഹത്തിന് വേണ്ടി മുസൽമാനെയും ഹൈന്ദവനെയും ക്രൈസ്തവനെയും വിഭജിച്ചു നിർത്തി പരസ്പര വോട്ട് ബാങ്കുകൾ നിർമ്മിച്ചെടുക്കുക എന്ന നീചമായ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മനുഷ്യൻ എന്ന ദൗത്യത്തെ നിർവഹിക്കേണ്ടത്. മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പരാമർശിക്കുന്ന ഭരണഘടന 30-ാം അനുച്ഛേദമായ മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനും സ്ഥാപനങ്ങളെ തുടങ്ങാനുമുള്ള ആശയത്തെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ ശക്തികൾ. മതങ്ങളെയും മതചിഹ്നങ്ങളെയും ഘട്ടഘട്ടമായി നിരോധിച്ചുകൊണ്ട് ഭരണഘടനയെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ നാമാണ് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ രൂപപ്പെടുത്തേണ്ടത്. മതങ്ങൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മതശ്രേണിയിൽ തോളുരുമ്പി ജീവിക്കുമ്പോഴും കൂടിയാണ് നാം സ്വപ്നം കാണുന്ന ഇന്ത്യയെ രൂപപ്പെടുത്താൻ സാധിക്കുന്നത്. അവിടെയാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല, ആ അയൽവാസി അമുസ്ലിം ആണെങ്കിലും എന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നമ്മിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. നിരന്തരമായി സ്ത്രീകളും കുട്ടികളും പീഡിപ്പിക്കപ്പെടുകയും ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാലത്ത് എങ്ങനെയായിരുന്നു ഇസ്ലാമിക രാഷ്ട്രീയം, എങ്ങനെയായിരുന്നു ഇസ്ലാം സ്ത്രീകളെ വീക്ഷിച്ചിരുന്നത് എന്നാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെൺ ജനിച്ചാൽ ശാപമാണെന്നും അവളെ ഒരു മടിയും കൂടാതെ ജീവനോടെ കുഴിച്ചു മൂടാൻ തുനിഞ്ഞിറക്കപ്പെട്ട ജാഹിലിയ കാലഘട്ടത്തിലേക്കാണ് സ്ത്രീ വിമോചനത്തിന്റെ പുതിയ ആശയവുമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനാകുന്നത്. ശത്രുവിനോട് നിങ്ങൾ പോരാടി വിജയിച്ചാൽ പോലും സ്ത്രീകളെയോ കുട്ടികളെയോ ആക്രമിക്കരുതെന്നും അവർക്ക് അഭയം നൽകണമെന്നുമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. മദീനയിൽ ജീവിച്ചിരുന്ന ഓരോ മനുഷ്യനും അവന്റെ അവകാശങ്ങളെ ഇസ്ലാം ഉറപ്പു നൽകിയിരുന്നു. ഉമ്മത്തിൽ ഉൾക്കൊള്ളുന്ന മുഴുവൻ സമൂഹങ്ങൾക്കും മുസ്ലിങ്ങളോടൊപ്പം ഇസ്ലാം സ്വാതന്ത്ര്യം ഉറപ്പു നൽകിയിരുന്നു. മദീനയിൽ ജീവിച്ചിരുന്ന ജൂതന്മാർ ബൈത്ത് അൽ മിദ്രാസ് പോലത്തെ മതവ്യാപാര സ്ഥാപനങ്ങൾ ഉയർത്തുകയും പരിപാലിക്കുകയും ചെയ്തത് അതിന് ഉദാഹരണമാണ്. ജനാധിപത്യ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകമായ റൂൾ ഓഫ് ലോ നമ്മുടെ മദീന ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ചുരുക്കത്തിൽ മുസ്ലിം രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നിലനിന്നിരുന്ന കാലത്ത് ഒരു മനുഷ്യൻ പോലും പച്ചയായി കൊല്ലപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.